ബ്രൂവറിയിൽ നിന്ന് CPM-ഉം കോൺഗ്രസും പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ BJP കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകി. ഓയസിസ് കമ്പനിയിൽ നിന്ന് CPM 2 കോടി രൂപയും കോൺഗ്രസ് 1 കോടി രൂപയും കൈപ്പറ്റിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നേരത്തെ ആരോപിച്ചിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും പണം എത്തിയെന്നാണ് ആരോപണം. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, കൃത്യമായി ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെറും ഒരു ആരോപണമല്ല, ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് C. കൃഷ്ണകുമാർ ഇപ്പോൾ വിവിധ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകിയിരിക്കുന്നത്, അല്ലേ? ദേവിക, അത്തരത്തിൽ തന്നെയാണ് ഈ BJP നേരത്തെ തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നു. അതായത് ഈ പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടുള്ള ഈ ഒയാസിസ് കമ്പനിയിൽ നിന്ന് 2 കോടി രൂപ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപയും എത്തിയെന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അന്ന് CPM-ഉം കോൺഗ്രസും ഒക്കെ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അത് തെളിവുണ്ടെങ്കിൽ തെളിയിക്കൂ എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഏതായാലും ഇതിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് തന്നെ പരാതി നൽകി മുന്നോട്ട് പോവുകയാണ് BJP. ED-ക്കും അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമനും ഉൾപ്പെടെയാണ് BJP ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ ഈ മദ്യ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും ഈ പാർട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ മുൻ പുതുച്ചേരി ഏരിയ സെക്രട്ടറിക്ക് ഒരു കാർ ഉൾപ്പെടെ ഈ ഒയാസിസ് കമ്പനി നൽകിയെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിലൊക്കെ വിശദമായ അന്വേഷണം വേണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. ഏതായാലും ഒരു വശത്തെ BJP നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളും അതുപോലെ തന്നെ മദ്യനിർമ്മാണ കമ്പനി അനുവദിക്കില്ല എന്ന് അതിന് അനുമതി നൽകിയ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊക്കെ ഒരു വശത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. മറുവശത്ത് ഇത്തരത്തിൽ ഈ പാർട്ടികളിലേക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കൈക്കൂലിപ്പണം വന്നിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണം വേണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അരുൺ, നമുക്കറിയാം C. കൃഷ്ണകുമാർ അന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ചില നേതാക്കളുടെ അഭാവം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ പ്രതിപക്ഷം പോലും മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ ചില പ്രകടനങ്ങളിൽ പോലും പങ്കെടുക്കുന്നില്ല എന്നുള്ള വിഷയങ്ങൾ പോലും കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അതായത് ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയതിനു ശേഷം BJP നിരവധി സമരങ്ങളായി സംഘടിപ്പിക്കുന്നു. അതായത് ആദ്യം മന്ത്രി MP രാജേഷിന്റെ വീട്ടിലേക്ക് മഹിളകൾ കാലിക്കുടങ്ങളുമായിട്ട് മാർച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുകയും ഓരോ മണ്ഡലം കമ്മിറ്റികൾ വിവിധ ഇടങ്ങളിൽ മാർച്ചും പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം എലപ്പുള്ളി പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല ഉപവാസ സമരം BJP 14 ദിവസത്തോളം നടത്തുകയുണ്ടായി. അതിനുശേഷം 2ാം ഘട്ട സമരം എന്ന തരത്തിൽ BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ വിവിധ കോണുകളിൽ ഒരു യാത്രയും സംഘടിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ നിരവധി പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസ് ഇതിൽ ആദ്യഘട്ടത്തിൽ സമരം നടത്തുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ സമരങ്ങളോ മറ്റൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് BJP പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഈ കോൺഗ്രസ് ആദ്യം വലിയ വായിലൊക്കെ ഈ മദ്യ കമ്പനിക്കെതിരെ പറഞ്ഞെങ്കിലും പിന്നീട് അവർ സമരങ്ങളോ മറ്റോ ഒന്നും നടത്താൻ തയ്യാറാവാത്തത് ഈ കമ്പനിയിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് എന്നുള്ളതാണ് BJP വലിയ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അതുതന്നെയാണ് ഇതിന്റെ അന്വേഷണം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ സമീപിച്ചിരിക്കുന്നത്. ശരി, പാലക്കാട് നിന്ന് ടെലിഫോൺ ലൈനിൽ ചേർന്നത് അരുൺ ആലത്തൂർ.